الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيله ذلكم وصاكم به لعلكم تتقون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവ്വലോക രക്ഷിതാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ രഹസ്യവും പരസ്യവുമായ എല്ലാ രംഗങ്ങളിലും കാത്തു സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളുടെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, അഥവാ വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ അടുക്കൽ നാളെ നമ്മളെ നിർത്തപ്പെടുമ്പോൾ, വിചാരണ ചെയ്യപ്പെടുമ്പോൾ എളുപ്പം വിചാരണ കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന സജ്ജനങ്ങളിൽ, മുഅ്മിനാത്തുകളിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ ചില പ്രത്യേകമായ ദിവസങ്ങൾ ഉണ്ടാകും. ഇന്ന് തന്നെ ഒരു സഹോദരൻ കൂടി കയറി വരുമ്പോൾ അവരുടെ മകളുടെ കല്യാണത്തെ സംബന്ധിച്ച് പറഞ്ഞു. അത് അവർക്ക് ഒരു പ്രത്യേകമായ ദിവസമാണ്. അങ്ങനെ നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് നമുക്കൊക്കെ ഉണ്ടാകുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ചിലപ്പോൾ വീട് കുടിയിരിക്കലാകും, ചിലപ്പോൾ കല്യാണമാകും, ചിലപ്പോൾ മറ്റു പല അഖീഖ പോലെയുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച സുന്നത്തായ സംഗതികളാകും. ഇതൊക്കെ നമ്മൾ നിർവഹിക്കാറുണ്ട്. പക്ഷെ കഴിഞ്ഞ ആഴ്ച ഒരാൾ പറയണം, ഞാന് വീട് കുടിയിരിക്കൽ ആക്കിയിട്ടുണ്ട്, റജബിൽ എന്നെ ആക്കിയതാണ് എന്ന്. അപ്പൊ റജബിന് എന്തോ പ്രത്യേകത ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ആ സഹോദരൻ ആ ഒരു മാസത്തേക്ക് വെച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ അടുക്കൽ മാസങ്ങൾ എത്രയാണ് എന്ന് വളരെ കൃത്യമായി അള്ളാഹു നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്ന ഇദ്ദത്തശ് ശുഹൂരി ഇൻദല്ലാഹി 12 അള്ളാഹുവിന്റെ അടുക്കൽ മാസങ്ങൾ എന്ന് പറഞ്ഞാൽ 12 എന്ന് മുതൽ ഫീ കിതാബില്ലാഹി യൗമി ഖലഖസ് സമാവാതി വൽ അർദ്
ആകാശഭൂമികളെ സൃഷ്ടിച്ച ദിവസം അള്ളാഹു രേഖപ്പെടുത്തിയത് 12 മാസങ്ങളാണ്. അതിന് ചില മാസങ്ങൾക്ക് പ്രത്യേകത ഉണ്ട്, അതും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. മിൻഹാ അർബഅത്തുൻ ഹുറുമുൻ ദാലിക ദീനുൽ ഖയ്യിം ഫലാ തദ്ലിമു ഫീഹിന്ന അൻഫുസകും. അതിന് 4 മാസം പവിത്രമാണ്. ആ ഒരു 12 മാസത്തിൽ 4 മാസത്തെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അതില് 4 എണ്ണം എന്ന് പറഞ്ഞത് അത് പവിത്രമാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ അതിലൊരു നിലക്കുള്ള അക്രമവും നിങ്ങൾ നടത്താൻ പാടില്ല എന്ന് അല്ലാഹു പറഞ്ഞു. അത് ഏതാണ്, അത് ഏത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദമാക്കി തന്നു. അസ്സനത്തു 12 ശഹറൻ മിൻഹാ അർബഅത്തു ഹുറുമുൻ സലാസ് മുതവാലിയാത്ത്, തുടർച്ചയായിട്ടുള്ള 3 ദുൽഖഅദ് വദുൽഹിജ്ജ വമുഹറം വറജബ് മുളർ അല്ലദി ബൈന ജമാദ് വശഅബാൻ. ശഅബാന്റെയും ജമാദിന്റെയും ഇടയിലുള്ള മുളർ കാല റജബ്. ഈ 4 എണ്ണമാണ് ആ 4 എണ്ണം പവിത്രമാക്കപ്പെട്ട 4 മാസം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ ഉണർത്തി. അപ്പം അള്ളാഹു പവിത്രമാക്കിയ ഈ മാസങ്ങളിൽ എന്താ അതിന്റെ പ്രത്യേകത? അത് പറഞ്ഞു തരേണ്ടത് ആരാണ്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അത് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അള്ളാഹു പവിത്രമാക്കിയതൊക്കെ വിശ്വാസികൾ എന്ന നിലയ്ക്ക് നമ്മൾ പവിത്രമായി കാണും. അള്ളാഹുവിന്റെ ശിആറുകൾ, അള്ളാഹു ചില അടയാളങ്ങൾ, ചില സ്ഥലങ്ങൾ, അതൊക്കെ അള്ളാഹു പ്രത്യേകമാക്കി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹുന്റെ റസൂൽ നമുക്കത് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ അതിനെപ്പറ്റി ആലോചിച്ച് അത് വേണോ വേണ്ടേ എന്നൊന്നും അവിടെ ചർച്ചയില്ല. അള്ളാഹുന്റെ റസൂല് ആ സ്ഥലത്തിന്, ആ സമയത്തിന്, ആ മാസത്തിന് ഒരു പ്രത്യേകത പറഞ്ഞാൽ ആ പ്രത്യേകത അങ്ങനെ തന്നെ ഉൾക്കൊള്ളുകയും അത് വിശ്വസിക്കുകയും ചെയ്യുക എന്നതാണ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന് ചെയ്യേണ്ട കടമ. അങ്ങനെ വരുമ്പോൾ റജബ് മാസത്തിന് പവിത്രത കാത്തു സൂക്ഷിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനിലൂടെ നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ സത്യവിശ്വാസികൾ എന്ന നിലയ്ക്ക് അത് നമ്മൾ ആ മാസത്തെ ആദരിക്കണം. അതെങ്ങനെയാ ആദരിക്കാതെന്നാൽ അള്ളാഹുവിന്റെ ശിആറുകളെ ആദരിക്കുന്ന പോലെ തന്നെ അള്ളാഹുവിന്റെ ശിആറുകളെ ആദരിക്കുക എന്ന് പറഞ്ഞാൽ മുത്തക്കിയായ ഒരാളുടെ ഹൃദയത്തിൽ നിന്ന്, അവന്റെ ഈമാനിൽ നിന്ന് വരുന്നതാണ് അള്ളാഹുവിന്റെ ശിആറുകളെ ബഹുമാനിക്കുക എന്നത്. അതായത് ഈ മാസത്തോടും ഒരു അനാദരവും കാണിക്കാതെ അള്ളാഹു സുബ്ഹാനഹു വ തആലയും പ്രവാചകനും പറഞ്ഞതുപോലെ ഈ മാസത്തിന്റെ പ്രത്യേകത ഉൾക്കൊള്ളുക എന്നതാണ്. എന്താ ഈ മാസത്തിന്റെ പ്രത്യേകത? അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ ഉണർത്തിയത് അവരെന്ത് ചെയ്യണം? അള്ളാഹു ഒന്നാമതായി ചെയ്യേണ്ടത് അള്ളാഹ് ആദരിച്ചതാണ്. അതുകൊണ്ട് ഞാനും ഈ മാസത്തിന്റെ പവിത്രത ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ ബഹുമാനിക്കുന്നു എന്നതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, തഖ്വൽ ഖുലൂബ്, അള്ളാഹുവിന്റെ ശിആറുകളെ ബഹുമാനിക്കുന്നു, അല്ലെ അള്ളാഹുവിന്റെ ശിആറുകളെ അങ്ങനെ തന്നെ ഉൾക്കൊള്ളുന്നു എന്ന ഒരു മനസ്സുണ്ടാകണം. 2, അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ ഈ ഒരു മാസത്തിൽ ചെയ്യാനേ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയ പല കാര്യങ്ങളുണ്ടാവും. ആ കാര്യങ്ങളൊന്നും നമ്മൾ ഈ ഒരു മാസത്തിൽ ചെയ്യാൻ പാടില്ല. എന്നിട്ട് പ്രത്യേകമായി പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വ തആല, ഈ മാസത്തിൽ നിങ്ങൾ യുദ്ധം ചെയ്യാൻ പാടില്ല. യുദ്ധം വിലക്കിയ മാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മാസത്തിൽ പറഞ്ഞു 4 മാസത്തിൽ നിങ്ങൾ അതിന് യുദ്ധം ചെയ്യാൻ പാടില്ല. യസ്അലൂനക അനിശ്ശഹ്രിൽ ഹറാം, അവർ ഈ പവിത്രമായ മാസങ്ങളെ സംബന്ധിച്ച് പ്രവാചകരെ അങ്ങയോട് ചോദിക്കുന്നുണ്ട്. പറയുക ഹറാം അതിന് അവർ എന്നോട് ചോദിക്കുന്നതിനെ സംബന്ധിച്ച് നീ പറയണം, ആ മാസത്തിൽ യുദ്ധം ചെയ്യരുത്, യുദ്ധം ചെയ്യാൻ പാടില്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നിർദ്ദേശം കൊടുക്കണം. അവർ ഈ മാസത്തെ സംബന്ധിച്ച് നിന്നോട് ചോദിക്കുന്നു, ആ സമയത്ത് പറഞ്ഞു കൊടുക്കുക അതിൽ യുദ്ധം ചെയ്യാൻ പാടില്ല.
അങ്ങനെ യുദ്ധം ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയ അപരാധമാണ്, വലിയ തെറ്റാണ്. അത് എന്താ തെറ്റാവാൻ കാരണം? അള്ളാഹു പവിത്രമാക്കിയ ഈ മാസത്തെ അയാൾ ഒരു നിലക്കുള്ള വിലയും കൊടുത്തില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനയെ ധിക്കരിച്ച ആൾ എന്ന അർത്ഥത്തിലാണ്. അപ്പൊ അള്ളാഹു ഈ ഒരു മാസത്തെ പവിത്രമാക്കി എന്ന് പറയുമ്പോൾ ഈ മാസങ്ങളിൽ നമ്മൾ ആരാധനകളിലും നമ്മൾ എന്നും ചെയ്യുന്ന ആരാധനകൾ, എന്നും നിർവഹിക്കുന്ന കാര്യങ്ങൾ അത് വളരെ സൂക്ഷ്മതയോടുകൂടി നിർവഹിക്കണം. കാരണം നല്ലൊരു മാസത്തിലാണ് ഞാനുള്ളത് എന്ന ബോധം വേണം. രണ്ടാമത്തെ ബോധം, ഒരു തിന്മയും ഒരു നിലക്കുള്ള തിന്മകളിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. സംസാരത്തിലും പ്രവൃത്തിയിലും എല്ലാത്തിലും നമ്മൾ അങ്ങേയറ്റത്തെ സൂക്ഷ്മത പാലിക്കാൻ നമ്മൾ തയ്യാറാകണം. ഇമാം ത്വബരി റഹ്മഹുള്ള പറയുന്നുണ്ട്, വജഅല الذنب فيهن أعظم والعمل الصالح والأجر أعظم. ഈ ഒരു മാസത്തിൽ വലിയ പാപങ്ങൾ അത് ഗൗരവപരമായ പാപങ്ങളായിട്ടും നന്മകൾ എന്ത് നിങ്ങൾ ചെയ്തോ അത് ഏറ്റവും വലിയ നന്മകളായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തും എന്നാണ് സൂറത്ത് തൗബയുടെ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ത്വബരി റഹ്മഹുള്ള പറയുന്നു. അപ്പൊ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും എന്തൊരു നിലക്കാണോ ഈ മാസത്തിന്റെ ശ്രേഷ്ഠത പറഞ്ഞത് ആ നിലക്ക് ഉൾക്കൊള്ളുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനർത്ഥം ഈ മാസത്തിന് ഒരു പ്രത്യേകതയുണ്ട്, അതുകൊണ്ട് ഈ മാസത്തിൽ എന്തെങ്കിലുമൊക്കെ അധികം ചെയ്യാം എന്ന ഒരു ധാരണയും നമുക്ക് വേണ്ട. അള്ളാഹു റസൂലും പഠിപ്പിച്ച ആചാരങ്ങൾ എന്തൊക്കെ ഉണ്ടോ, അത് എന്തൊക്കെ ആരാധനകളുണ്ടോ, പ്രാർത്ഥനകളുണ്ടോ, അതാ നമ്മൾ പ്രാവർത്തികമാക്കേണ്ടത്. അതിന് നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ ഒഴിവാക്കുക, യുദ്ധം അതുപോലെ എന്തെങ്കിലുമൊക്കെ തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഈ മാസം അത് ഒഴിവാക്കി നിർത്തിയാൽ പിന്നീടുള്ള മാസങ്ങളൊക്കെ അത് ഒഴിവായി കിട്ടും. അതുപോലെ അത്തരം കാര്യങ്ങൾ ചെയ്യാം, നന്മകൾ അധികരിപ്പിക്കുക, ആരാധനകൾ ശ്രദ്ധിക്കുക എന്നതൊക്കെയാണ് ഈ മാസത്തിലൊക്കെ നമ്മൾ ചെയ്യേണ്ടത്. എന്നാൽ ചില ആളുകൾ ഈ റജബിനെ പറഞ്ഞുകൊണ്ട് ഒട്ടനവധി അനാചാരങ്ങൾ നമ്മുടെ ഈ ഒരു ആരാധനകളിലേക്കും മറ്റു പ്രവർത്തനങ്ങളിലേക്കും ഒക്കെ കടന്നു വന്നിട്ടുണ്ട്. സ്വാലിഹ് ഫൗസാൻ പറയുന്നുണ്ട്, ഇബാദത്തിൽ നിന്നും ഒന്നുപോലും റജബ് മാസത്തിലും ഒരു പ്രത്യേകമാക്കിയതായി ഉലമാക്കൾ ആരും പ്രവാചകന്റെ ഹദീസ് പരിശോധിച്ചിട്ട് കണ്ടിട്ടില്ല. അപ്പം ഒരു ഇബാദത്ത്, ഏതെങ്കിലും ഒരു ഇബാദത്ത് അധികമായി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നോമ്പ് അധികമായി, ഏതെങ്കിലും ഒരു സ്വലാത്ത് അധികമായി റജബ് മാസത്തിൽ ചെയ്യണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടില്ല എന്നാണ് പ്രവാചകന്റെ ഹദീസുകളെ പഠന വിധേയമാക്കിയിട്ട് പണ്ഡിതന്മാർ പറഞ്ഞത്. എന്നാൽ നമ്മൾ ആലോചിച്ച് നോക്കൂ, ഈ മാസത്തിൽ നമ്മൾ കാണുന്ന ഒന്നെന്താണ്? മിഅ്റാജ് ആഘോഷിക്കുന്ന ഘടകങ്ങൾ. റജബ് മാസത്തിൽ മിഅ്റാജ്, ഇസ്റാഉം മിഅ്റാജ്, അതിൽ മിഅ്റാജ് മാത്രമാണ്. എന്താണ് ഇസ്റാഉം മിഅ്റാജ്? നമുക്കൊക്കെ അറിയാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് രാത്രി പോയതിനാണ് ഇസ്റാ എന്ന് പറയാ. അത് മക്കയിൽ നിന്ന് ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിലേക്ക്, സൗദിയിൽ നിന്ന് ഫലസ്തീൻ, ഈ യാത്രക്കാണ് എന്ത് ഇസ്റാ എന്ന് പറയാം. എന്നാൽ മിഅ്റാജ് എന്ന് പറഞ്ഞാൽ ഫലസ്തീന്റെ ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് മുകളിലോട്ട് ആകാശത്തിലേക്ക് കയറിപ്പോയതിനാണ് മിഅ്റാജ് എന്ന് പറയാം. അപ്പൊ ഈ ഒരു മിഅ്റാജിനെ അനുസ്മരിച്ചുകൊണ്ട് ചില ആളുകൾ ചില കാര്യങ്ങൾ, അതിന്റെ ചില ഇബാദത്തുകളൊക്കെ അധികമായി ചെയ്യുന്നത് കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ ഇസ്റാ മിഅ്റാജിന്റെ സംഭവം പറഞ്ഞത് അത് ഏത് മാസത്തിലാണ് എന്നതിനെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഹിജ്റക്ക് മുമ്പുള്ള ഒരു വർഷം മുമ്പാണെന്നുണ്ട്. പല നിരക്കുള്ള അഭിപ്രായമുണ്ട്. റജബ് മാസത്തിലാണ് എന്നൊന്നും എവിടെയും കാണാൻ കഴിയില്ല. അഭിപ്രായ ഭിന്നതയുള്ള സംഗതിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു വസ്സമീഉൽ ബസീർ. വിശുദ്ധ ഖുർആനിൽ ഈ ഇസ്റാ മിഅ്റാജിനെ പറ്റി പറഞ്ഞിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, എന്റെ ആയത്തുകൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂലിനെ രാത്രി പ്രയാണം ചെയ്യിച്ചു എന്നാണ്. മക്കയിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക്, അവിടെ നിന്ന് ആകാശത്തേക്ക് ആരോഹണം ചെയ്തു എന്നതാണ്.
അത് ഏത് മാസത്തിലാണ് റജബ് 27 രാത്രിയാണ് എന്ന് കണക്കാക്കിയിട്ട് പ്രത്യേകമായ ചടങ്ങുകളും ആഘോഷങ്ങളും പ്രത്യേകമായ ഭക്ഷണങ്ങൾ തയ്യാറാക്കി വിതരണം ചെയ്യലും ആളുകളെ വിളിച്ച് സ്വലാത്തും ദുആയും ഒക്കെ ചെയ്യിക്കുന്ന ഒരു പതിവ് പലയിടത്തും കാണുന്നുണ്ട്. അത് ചെയ്യേണ്ടതല്ല. അങ്ങനെ ഒരു ഇബാദത്ത്, അങ്ങനെ ഒരു സംഗതി ഇസ്ലാമിൽ ഉണ്ടെങ്കിൽ ആദ്യമായി നിർവഹിക്കേണ്ടതിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഞാനിതാ ഈ ദിവസമാണ് ഇസ്രാ മിഅ്റാജ് ഉണ്ടായത്. അതുകൊണ്ട് അതിൽ ഒരുപാട് നമസ്കാരം പോലുള്ള സംഗതികളൊക്കെ അള്ളാഹു പഠിപ്പിച്ചത് യാത്രയാണ്, ഏറ്റവും പ്രധാനപ്പെട്ട യാത്രയാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു അല്പം അതിനെ സ്മരിച്ചുകൊണ്ട് അതിനെ അഴിവിറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സ്വലാത്ത് ചെല്ലാം, കുറച്ച് ഭക്ഷണം നമ്മൾ കൂടുന്നത് കൊണ്ട് നമുക്ക് അതിന്റെ പേരിൽ ഒരു ഭക്ഷണം ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ 23 വർഷത്തെ മിഅ്റാജിന് ശേഷമുള്ള ജീവിതത്തില് എവിടെയും അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ ഒരു ഇബാദത്ത്, അങ്ങനെ ഒരു സുന്നത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചിട്ടില്ല. അതുകൊണ്ട് ദീനായി അത് ചെയ്യുമ്പോൾ നമുക്ക് പറയേണ്ടി വരും, അത് ദീനല്ല, ബിദ്അത്താണ്, പുതുതായി ഉണ്ടാക്കിയതാണ്, ദീനിലേക്ക് പുതുതായി വന്നതാണ്. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ബിദ്അത്തുകൾ നമ്മളെ ചെയ്യിപ്പിക്കാൻ തുടങ്ങിയാൽ ഇബ്ലീസ് നമുക്ക് ഇങ്ങനെ ഓരോന്ന് അത് നല്ലതല്ലേ എന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ട് ഓരോന്ന് ചെയ്യിക്കുകയും ബിദ്അത്തുകൾ നമ്മളെ എത്തിക്കുക നരകത്തിലേക്കാണ്. നമുക്കറിയാം എല്ലാ വലാലത്തുകളും ആ ബിദ്അത്തുകൾ വലാലത്തുകളാണ്. ആ വലാലത്തുകൾ കൊണ്ടുപോയി പോകുന്നത് നരകത്തിലേക്കാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയത്. അപ്പൊ ഒന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് മിഅ്റാജിന്റെ പേരിലുള്ള സ്വലാത്തും അതിന്റെ പേരിലുള്ള ദുആയും അതിന്റെ പേരിൽ പ്രത്യേകമായ ഭക്ഷണ പരിപാടികളുമാണ്. അത് ഇസ്ലാമിലില്ല. രണ്ട്, മിഅ്റാജിന്റെ പേര് പറഞ്ഞ് ചില ആളുകൾ നോമ്പ് നോൽക്കുന്നതായി കാണാൻ കഴിയും. റജബ് മാസത്തില് മിഅ്റാജിന്റെ ആഘോഷത്തോടനുബന്ധിച്ച് നോമ്പ് അനുഷ്ഠിക്കുന്ന ചില ആളുകളെ കാണാൻ കഴിയും. ഈ നോമ്പ് ഇസ്ലാമികപരമല്ല. അത് ഒരു വഈഫായ ഹദീസ് പറയാറുണ്ട്, മൻ സാമ യൗമ 27 മിൻ റജബിൻ കതബല്ലാഹു ലഹു സിയാമ 60 ശഹറൻ. 60 മാസത്തെ നോമ്പ് നോറ്റ പുണ്യമാണ് 27-ാം രാവിൽ നമ്മൾ റജബ് 27-ന് നോമ്പ് നോറ്റാൽ എന്നാണ്. വഹാദൽ ഹദീസ് വഇൻ കാന ഫീ ളഅഫ്. ഈ ഹദീസിൽ ദുർബലതയുണ്ട്. ഇത് ദുർബലമായ ഒരു ഹദീസിനെ തെളിവ് പറഞ്ഞുകൊണ്ട് നമ്മെ നോമ്പ് നോൽക്കുക എന്ന് പറഞ്ഞത് അത് ഇസ്ലാമികപരമായി ഒരു ആരാധന നിർവഹിക്കാൻ അത് പര്യാപ്തമല്ല. മാത്രമല്ല, ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മുഹദ്ദിസീങ്ങൾ പറഞ്ഞത് മൗദൂ, കെട്ടിച്ചമച്ച ഹദീസാണ്. ഒരുപാട് ഹദീസുകൾ കെട്ടിച്ചമച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ പലരും പല നിലക്കുള്ള വർത്തമാനങ്ങൾ പറഞ്ഞു. അതുകൊണ്ടാണ് മുഹദ്ദിസീങ്ങൾ വളരെ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ടാണ് ഈ ഹദീസ് ഗ്രന്ഥങ്ങൾ ക്രോഡീകരിച്ചത്. എന്തുകൊണ്ടാണ്? നമുക്കറിയാം, ഇസ്ലാമിന്റെ പ്രവാചകന്റെ ശേഷം ഇങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നീട് പ്രയാസങ്ങളും സംഘടനകളും ഒക്കെയാണ്. അതിലേക്ക് ദൂതന്മാർ കയറ്റി കെട്ടുകൂട്ടിയ ഒരുപാട് സംഗതികൾ. അവിടെ നിന്നാണ് ഇമാം ബുഖാരിയെ പോലെ ഇമാം മുസ്ലിം പോലെയുള്ള പണ്ഡിതന്മാർ ഒരുപാട് സഞ്ചരിക്കുകയും ഒരുപാട് വിശകലനം ചെയ്യുകയും അന്ന് ജീവിച്ചിരിക്കുന്ന സഹാബികളെ പോയി തേടി കണ്ട് പിടിച്ച് അവർ പറഞ്ഞ ആ കാര്യങ്ങളിൽ നിന്ന് ഇന്ന കാര്യങ്ങളുമായി തട്ടിച്ചു നോക്കി ഒരുപാട് പണിയെടുത്തിട്ടാണ്, പ്രയാസപ്പെട്ടിട്ടാണ് യഥാർത്ഥത്തിൽ ഹദീസിനെ ക്രോഡീകരിച്ചത്. പക്ഷെ ആ കാലഘട്ടത്തിൽ കഴിഞ്ഞ് പിന്നീട് നമുക്കറിയാം ഒരുപാട് അക്രമങ്ങളും നിലവിലുള്ള പുസ്തകങ്ങൾ വരെ കത്തിച്ചു കളയുന്ന അവസ്ഥകളൊക്കെ പിന്നീട് ഇസ്ലാമിക ലോകത്തുണ്ടായി. ആളുകൾ അധിനിവേശം നടത്തി. അപ്പൊ പലതും നഷ്ടപ്പെട്ടു പോയി. വീണ്ടും അത് പൊടി തട്ടിയെടുക്കുന്നതിനിടയിൽ പല നിലക്കുള്ള ആളുകളും പലതും കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അതിൽ നിന്ന് അതിനെ അരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഉസൂലുൽ ഹദീസ്, ഹദീസ് നിദാന ശാസ്ത്രം എന്ന് പറഞ്ഞ ഒരു ശാസ്ത്രം തന്നെ പിന്നീട് ഉണ്ടാകാൻ കാരണം. അങ്ങനെ ഇതൊക്കെ വഴി തെരഞ്ഞെടുത്ത ഹദീസുകളിലൂടെ നമ്മൾ നോക്കുമ്പോൾ സ്വഹീഹായ ഹദീസുകൾ മാത്രമാണ് വിശ്വാസ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ എല്ലാവരും സ്വീകരിക്കുക. ഖുർആനിൽ സ്വഹീഹായ ഹദീസ്. ഈ ഹദീസിലൊന്നും ഇങ്ങനെ ഒരു പ്രത്യേകമായ നോമ്പ് പറയുന്നതായി നമുക്ക് കാണാൻ കഴിയില്ല. മറ്റൊന്ന് സ്വലാത്തുർ റഗായിബ്, ആഗ്രഹ സഫലീകരണ നമസ്കാരം. ഈ ആഗ്രഹ സഫലീകരണ നമസ്കാരത്തെ സംബന്ധിച്ച് ഇമാം നവവി റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്, അസ്സലാത്തുൽ മഅറൂഫ ബിസ്സലാത്തുർ റഗായിബ് വഹിയ 12 റകഅതൻ തുസല്ലി ബൈനൽ മഗ്രിബി വൽ ഇശാ. മഗ്രിബിനും ഇശാഇനും ഇടയിൽ നമസ്കരിക്കുന്ന 12 റകഅത്ത്.
ലൈലത്തു അവ്വൽ ജുമുഅത്തിൽ ഫി റജബ്, റജബ് മാസത്തിലെ ആദ്യത്തെ ജുമഅയുടെ ദിവസം രാത്രി, വസലാത്തുൽ ലൈലി നിസ്ഫു ശഅബാൻ, ശഅബാൻ മാസത്തിലും ഇതേ നമസ്കാരമുണ്ട്. മിഅത്തു റകഅത്തിൻ വഹാതാനി സ്വലാതാനി ബിദ്അതാനി മുൻകറാനി ഖബീഹതാനി. ഇത് ഈ രണ്ട് നമസ്കാരങ്ങൾ ശഅബാനിൽ നിർവഹിക്കുന്ന ഈ നമസ്കാരവും റജബ് മാസത്തിൽ നിർവഹിക്കുന്ന ഈ നമസ്കാരവും ഈ രണ്ടും ബിദ്അത്താണ്, മുൻകർ നിഷേധിക്കപ്പെട്ടതാണ്, ഖബീഹത്താൻ ഏറ്റവും മോശപ്പെട്ട ഏർപ്പാടാണ്. ഇതിനൊന്നും വിശുദ്ധ ഖുർആനിലോ പ്രവാചകന്റെ ഹദീസിലോ വലാ ബിൽ ഹദീസി മദ്കൂറുൻ ഫീഹി ഫഇന്ന കുല്ലു ദാലിക ബാതിൽ. ഇതിലൊന്നും ഖുർആനിലോ ഹദീസിലോ ഇതിനൊന്നും ഒരു ദലീലുമില്ല എന്ന് മാത്രമല്ല ഇതൊക്കെ ബാത്തിലായ സംഗതികളാണ് എന്ന് മഹാനായ ഇമാം നബവി റഹ്മഹുല്ലാ പറയുന്നത്. അപ്പൊ സലാത്തുർ റഗാഇബിന്റെ പേരിൽ മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിൽ നിന്നുകൊണ്ട് ഒരു 12 റക്അത്ത് ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിച്ച റബ്ബേ എന്ന നിയ്യത്തോട് നിസ്കരിക്കാൻ അങ്ങനെ ഒന്നുണ്ടെങ്കിൽ ആരാണ് അത് കാണിക്കേണ്ടത്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുവിന്റെ റസൂൽ ഇത് കാണിച്ചിട്ടില്ല. പിന്നെ നമുക്ക് റജബ് മാസത്തിൽ കാണുന്നത് സ്വർഗത്തിൽ റജബിന്റെ പേരായ ഒരു നദിയുണ്ട്. അത് പാലിനേക്കാൾ വെളുത്തതും തേനിനേക്കാൾ മധുരമുള്ളതുമാണ്. റജബ് മാസത്തിൽ ഒരു ദിവസം നോമ്പനുഷ്ഠിച്ചാൽ ആ നദിയിൽ നിന്ന് വെള്ളം കുടിക്കാൻ സാധിക്കുമെന്നാണ്. റജബ് മാസം നോമ്പനുഷ്ഠിച്ചാലുള്ള പ്രതിഫലം എന്താണ്? സ്വർഗത്തിൽ റജബ് എന്ന് പറയുന്ന ഒരു നദിയുണ്ട്. ആ നദി എന്ന് പറഞ്ഞാൽ പാലിനേക്കാൾ വെളുത്തതും തേനിനേക്കാൾ മധുരമുള്ളതുമാണ് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഒരു സംഗതിയെ സംബന്ധിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചിട്ടില്ല. മാത്രമല്ല അത് പറഞ്ഞിട്ടുള്ള ഹദീസ്, അങ്ങനെ പറഞ്ഞിട്ടുള്ള ഹദീസുകളൊക്കെ ഹദീസുകൾ എല്ലാം തള്ളിക്കളഞ്ഞതാണ്. അതൊക്കെ ദുർബലതയുള്ള അതിന്റെ റാവിമാരിൽ പലരും പല നിരക്കുള്ള കള്ളം പറഞ്ഞ ആളുകളാണ്. അതുകൊണ്ട് തന്നെ ആ ഹദീസുകൾ സ്വീകാര്യമല്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. അവ റജബ് മാസത്തിൽ ഈ പറയുന്ന ഈ സ്വർഗത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് റജബ് എന്ന് പറഞ്ഞ ഒരു നദിയുണ്ട് എന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ട് അമല് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങൾ കാണാൻ കഴിയും. അതും ബിദ്അത്താണ്. അതുപോലെ അവസാനമായി നമുക്ക് കാണാൻ കഴിയും റജബ് മാസത്തിൽ പ്രത്യേകമായ ഒരു ഉംറ. റജബിലെ ഉംറ ചില പരസ്യങ്ങളിൽ തന്നെ കാണാൻ കാണിക്കുന്നത് റജബിലെ ഉംറ, ഓർശയാക്കപ്പെട്ട റജബ് മാസത്തിലെ ഉംറ. അപ്പൊ ആളുകൾ എന്ത് ചെയ്യാണ്? ഉംറ ചെയ്താലുള്ള കൂലി അത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്ന കൂലി കിട്ടും. അത് ഏത് മാസത്തിൽ നിർവഹിച്ചാലും അതിന്റെ കൂലി കിട്ടും. ഇന്ന മാസത്തിൽ ഒരു ഉംറ അത് ചെയ്താൽ ഇത്ര കൂലി എന്ന് നമ്മൾ നിശ്ചയിക്കണമെങ്കിൽ ആര് പറയണം? അള്ളാഹുവിന്റെ റസൂൽ അത് പറയണം. അങ്ങനെ ഒരു ഉംറ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ റജബിലായി നിർവഹിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ റജബ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ റജബ് മുദറുകാരുടെ റജബ് എന്ന് പറയാൻ തന്നെ കാരണം എന്താ? ഈ മുദറുകാര് റജബ് മാസത്തെ മറ്റു മാസങ്ങളിൽ നിന്നൊരു പ്രത്യേകമായി കണ്ട് ചില ആരാധനകളും ചില ബലി അർപ്പണങ്ങളൊക്കെ നടത്തിയിരുന്നു. മറ്റുള്ള സമുദായങ്ങൾക്കൊക്കെ റജബ് ഈ മുദർ ഗോത്രം റജബ് ഭയങ്കരമായിട്ട് കണ്ടിരുന്നു. അപ്പൊ ആ ഒരു പേരെടുത്തുകൊണ്ട് അവരുടെ ആഘോഷങ്ങളെ ഒക്കെ അതൊന്നുമല്ല ചെയ്യേണ്ടത്, ഇത് അള്ളാഹു പവിത്രമാക്കിയ ഒരു മാസമാണ് എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് പ്രവാചകൻ ആ നിലക്ക് പറഞ്ഞത് എന്നും ജാഹിലിയ കാലഘട്ടത്തിലെ ആളുകൾ ഈ റജബിനെ മഹാനായ ഉമറുള്ളാഹു പറയാണ്. ഉമറിൽ നിന്ന് നിവേദനം കാണാൻ കഴിയും റജബ് ജാഹിലിയത്തിലെ ആളുകൾ മഹത്വവൽക്കരിച്ച മാസമാണ്. ഇസ്ലാം വന്നതിന് ശേഷമാണ് അത് ഉപേക്ഷിക്കപ്പെട്ടത്. ഇസ്ലാം വന്ന് ആ മാസത്തിന്റെ പ്രത്യേകത പറഞ്ഞു കൊടുത്തു, കൃത്യമായി അവരെ ബോധ്യപ്പെടുത്തി. ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ റജബിനുള്ളത്. അപ്പൊ റജബ് എന്ന് പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയ ഒരു മാസം എന്ന നിലയ്ക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിപ്പോ ചെയ്യുന്ന ആരാധനകളും നമ്മളിപ്പോ ചെയ്യുന്ന സുന്നത്തായ സംഗതികളും അതൊക്കെ ഒന്ന് ഒരു ബോധത്തോടു കൂടി ഒരു അശ്രദ്ധയില്ലാതെ അത് കൃത്യമായി നിർവഹിക്കാൻ നമ്മൾ ശീലിക്കും. ഇങ്ങനത്തെ മാസങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ? നിലവിൽ നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളും സൽക്കർമ്മങ്ങളും ദാനധർമ്മങ്ങളും ഒക്കെ അതൊക്കെ അധികരിപ്പിക്കുകയും അതിന് സൂക്ഷ്മത വരുത്തുകയും എന്തെങ്കിലും തിന്മകൾ ഉണ്ടെങ്കിൽ ഒരു പവിത്രമായ മാസമാണല്ലോ. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു വീടി വലി ഒരു ജീവിതത്തിൽ ഒഴിവാക്കേണ്ട സംഗതിയാണ്. അത് എന്റെ ജീവിതത്തിലുണ്ട് എന്ന് എന്ത് ചെയ്യാം? ഏതായാലും ഒരു നല്ലൊരു മാസല്ലേ, ഒഴിവാക്കുക. അങ്ങനെ ഒഴിവാക്കി കഴിഞ്ഞാൽ അതാണ് അതിനൊക്കെയുള്ള ഏറ്റവും പ്രതിഫലം കിട്ടുന്ന സംഗതി എന്ന് നമ്മൾ ഓർക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഉൾക്കൊള്ളാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഊസിയക്കും സാനിയം ബിതഖ്വല്ലാഹ്. സ്നേഹം നിറഞ്ഞ സഹോദരിമാരെ, സഹോദരികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, അഥവാ വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന മാർഗം അള്ളാഹുവിന്റെ റസൂലിന്റെ മാർഗമാണ്. ആ മദ്ഹബാണ്, റസൂലിന്റെ മദ്ഹബാണ്. അള്ളാന്റെ റസൂൽ എന്ത് പറഞ്ഞോ അത് അനുസരിക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും അത് നമ്മൾ നെഞ്ചോട് ചേർത്ത് വെക്കുകയും ചെയ്യുക എന്നതാണ് നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്നത്. അതല്ലാത്ത ഒരു മാർഗം നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ തെറ്റിപ്പോകും എന്നാണ് വിശുദ്ധ ഖുർആനും പ്രവാചകനും നമ്മളെ പഠിപ്പിച്ചത്. അന്ന ഹാദാ സിറാത്തീ മുസ്തഖീമ, ഇതെന്റെ നേരെ ചൊവ്വയുള്ള മാർഗമാണ്. ഫത്തബിഊഹു, നിങ്ങൾ എല്ലാവരും ആ മാർഗത്തെ പിൻപറ്റുക. വലാ തത്തബിഊ, നിങ്ങൾ പിൻപറ്റരുത് അസ്സുബുല, മാർഗങ്ങളെ. ഫതഫറഖ ബികും അൻ സബീലിഹി, എന്റെ മാർഗത്തെ തൊട്ട് ഭിന്നിച്ചു പോയ ഒരുപാട് സുബലുകളുണ്ട്, മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങളിലേക്ക് നിങ്ങൾ പിൻപറ്റരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദാലികും വസാഖു ബിഹി, ഇതിന്റെ ഒരു വസിയ്യത്താണ്. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്. അത് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പ്രവാചകനിലൂടെ അവൻ കൽപ്പിക്കുകയാണ്. ദാലികും വസാഖും ബിഹി, ഇതൊരു വസിയ്യത്താണ്. ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ള ആളുകളായി തീരാൻ. അപ്പം അള്ളാഹുവിന്റെ റസൂലിന്റെ മാർഗം നമ്മൾ പിൻപറ്റണം എന്നത് നമ്മളൊക്കെ മനസ്സിലാക്കിയ സംഗതി. അങ്ങനെ വരുമ്പോഴേ നമ്മൾ വിജയിക്കും. ومن يطع الله ورسوله ويخشى الله ويتقي فاولئك هم الفائزون, അവരാണ് വിജയികൾ. ആര്? അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും അനുസരിച്ച് ജീവിതത്തിൽ തഖ്വ പുലർത്തിയിട്ടുള്ള ആളുകൾ, അവർ വിജയികളാണ് എന്ന് വിശുദ്ധ ഖുർആൻ. അവർക്ക് ഒരു നിലക്കുള്ള സംശയം ഉണ്ടാവില്ല. പ്രവാചകൻ പറഞ്ഞതിൽ പിന്നെ സംശയം ഉണ്ടാവില്ല. അള്ളാന്റെ റസൂൽ പറഞ്ഞു, ഞാൻ അക്സെപ്റ്റ് ചെയ്യും. ഇപ്പോ കറാമത്തുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഒരാൾ ചോദിക്കുന്നത് കറാമത്തുണ്ട് എങ്ങനെയാ മനസ്സിലായ? നമുക്ക് എങ്ങനെ അറിയില്ല. ഒരാൾക്ക് കറാമത്തുണ്ട് എന്ന് അള്ളാഹുന്റെ റസൂലാ പറഞ്ഞത്. അത് ഒരു മുത്തക്കിയായാൽ അള്ളാഹു കറാമത്തിനെ അള്ളാഹു ആദരിക്കാന്നാ. ഒരു മനുഷ്യനെ ആദരിച്ചു എങ്ങനെ നമുക്കറിയും? നമുക്കറിയില്ല. അറിയില്ല എന്ന് വിചാരിച്ച് കറാമത്തില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ കറാമത്ത് ഉണ്ട് എന്ന് പറഞ്ഞത്? അള്ളാഹുന്റെ റസൂൽ പറഞ്ഞു. അള്ളാന്റെ റസൂൽ പറഞ്ഞ കറാമത്തുണ്ട്, അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു. അതാ ഫലാ വറബ്ബിക ലാ യുമിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും സുമ്മ ലാ യജിദൂ ഫീ അൻഫുസിഹിം ഖറജൻ മിമ്മാ ഖളൈത വയുസല്ലിമൂ തസ്ലീമാ. നമ്മൾ അള്ളാന്റെ റസൂൽ എന്ത് പറഞ്ഞു, അള്ളാഹ് എന്ത് പറഞ്ഞു അത് നമ്മൾ കൊടുക്കും. അതുകൊണ്ടാണ് ഞാൻ മുഅ്മിനായത്, ഞാൻ വിശ്വാസിയായത്. ഒന്നുകൊണ്ടാ റസൂലിന് എന്തെങ്കിലും ഒരു തകരാറുണ്ട്, അല്ല റസൂൽ എന്തെങ്കിലുമൊക്കെ ചിലപ്പോ തോന്നിയതെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും എന്നൊന്നും ഒരു മുസ്ലിമിന് പറയാൻ പറ്റില്ല. അള്ളാന്റെ റസൂൽ എന്ത് ദീന് പറഞ്ഞോ വഹയിന്റെ അടിസ്ഥാനത്തിലേ അള്ളാന്റെ റസൂൽ പറയും. അതുകൊണ്ട് റസൂലിന്റെ വാക്ക് ഞാൻ വിശ്വസിക്കും എന്നിടത്തേക്കാണ് നമ്മൾ പോകേണ്ടത്. അല്ലാതെ റസൂൽ പറയാത്തത് ദീനാക്കി കൊണ്ടുവന്ന് നമ്മൾ ആചരിക്കും യഥാർത്ഥത്തിൽ നമ്മൾ പറഞ്ഞത് റസൂൽ വഞ്ചകനാണെന്ന്. സുബ്ഹാനല്ലാഹ്, അങ്ങനെ നമ്മൾ പറയാൻ പറ്റും? ഇത് ചെയ്യുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നതാണ്. അള്ളാന്റെ റസൂൽ കാണിക്കാത്ത ഒന്ന് കാണിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന എന്താ? റസൂൽ ഇത് കാണിച്ചു തരേണ്ടതായിരുന്നു, പക്ഷെ എന്തില്ല, കാണിച്ചെന്തില്ല. നല്ലൊരു ഫളിലുള്ള സംഗതിയാണ്. ഒരു ഫാത്തിഹ സ്വലാത്ത്, അള്ളാന്റെ റസൂലിന്റെ സ്വലാത്ത് പറഞ്ഞിരിക്കുക, ഈ സമയത്ത് നിൽക്കുക, അത്ര ചെയ്യുക, ഇതൊക്കെ റസൂലിനെ കാണിക്കാമായിരുന്നു. പക്ഷെ അള്ളാന്റെ റസൂൽ കാണിച്ചില്ല. അതുകൊണ്ട് റസൂൽ ഏതായാലും അത് ചെയ്തില്ലെങ്കിലും നമ്മളത് ചെയ്യണം, കാരണം അതിന്റെ ശ്രേഷ്ഠത ഉൾക്കൊള്ളു ചെയ്യണം എന്നൊരാൾ പറയുമ്പോ അയാൾ യഥാർത്ഥത്തിൽ പറഞ്ഞത് റസൂൽ വഞ്ചകനാണെന്ന്. അങ്ങനെ പറയാൻ ഒരു വിശ്വാസത്തിന് പറ്റും ഇല്ലല്ലോ. അതുകൊണ്ടാണ് റസൂൽ പഠിപ്പിച്ചത്. നോക്കൂ, ഒരു പ്രാർത്ഥനയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്നബിയ എന്ന് പഠിപ്പിച്ചെടുത്ത് ആ റസൂൽ എന്ന് പറഞ്ഞപ്പോൾ അതങ്ങനെ പറയുന്നത് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ പറയും. ആ വാക്ക് ഞാൻ ഏത് വാക്കാണോ ഉച്ചരിച്ചത് അത് തന്നെ നീ ഉച്ചരിക്കണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു കാര്യം നമ്മൾ ഉൾക്കൊള്ളുക. അള്ളാഹുവിന്റെ റസൂലിനെ വിസമ്മതിക്കുന്ന ആളുകളായി നമ്മൾ മാറരുത്. കുല്ലു ഉമ്മത്തിൻ യദ്ഖുലൂനൽ ജന്ന
ഇല്ലാ മൻ അബാ, വിസമ്മതിച്ചവർ ഒഴികെ അവർ സ്വർഗത്തിൽ പ്രവേശിക്കൂല. സഹാബത്ത് ചോദിച്ചു, വമൻ യഅബ യാ റസൂലല്ലാഹ്, ആരാണ് പ്രവാചകരെ ഈ വിസമ്മതിച്ച ആളുകൾ? മൻ അതാഅനി ദഖലൽ ജന്ന, എന്നെ അനുസരിച്ചവൻ സ്വർഗത്തിൽ പോയി. വമൻ അസാനി, എന്നെ ധിക്കരിച്ചവൻ ഫഖദ് അബാ, അവനാണ് വിസമ്മതിച്ച ആള്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഓതി, യാ അയ്യുഹല്ലദീന ആമനു ഇസ്തജീബു ലില്ലാഹി വലിറസൂലി ഇദാ ദഅാകും ലിമാ യുഹ്യീകും വഅലമൂ അന്നല്ലാഹ യഹൂലു ബൈനൽ മർഇ വഖൽബിഹി വഅന്നഹു ഇലൈഹി തുഹ്ശറൂൻ. അൻഫാലിലെ 24-ാമത്തെ ആയത്തോടെ അല്ലാഹു റസൂലും ക്ഷണിക്കുന്നത് ജീവനുള്ളതിലേക്കാണ്. അതുകൊണ്ട് ആ വിളി നിങ്ങൾ കേൾക്കുക എന്ന ആയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾപ്പിച്ചു. അപ്പോൾ ഇത് ഞാനിവിടെ പറഞ്ഞത്, അള്ളാഹും അള്ളാഹിന്റെ റസൂലും എന്തൊരു കാര്യം പഠിപ്പിച്ചോ അത് ചെയ്യാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അങ്ങനെ പരിശ്രമിക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒന്നുപോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളൊക്കെ ഉദ്ദേശിക്കുന്ന നല്ല നല്ല ആഗ്രഹങ്ങൾ അള്ളാഹു അത് പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു ഒരുപാട് രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന സഹോദരങ്ങൾ അള്ളാഹു അവർക്കെല്ലാം നീ ശിഫയെ പ്രദാനം ചെയ്യണേ റഹ്മാനൻ. അള്ളാഹു ഒരുപാട് നല്ല ആഗ്രഹങ്ങളോടുകൂടി ജീവിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. ഞങ്ങളുടെ എല്ലാ നല്ല ആഗ്രഹങ്ങളെയും നീ പൂർത്തീകരിച്ച് അനുഗ്രഹിക്കുന്ന റഹ്മാനൻ. അള്ളാഹു ഞങ്ങളുടെ മക്കളിലൂടെ, ഭാര്യമാരിലൂടെ, ഭർത്താക്കന്മാരിലൂടെ, കുടുംബാംഗങ്ങളിലൂടെ, ആദർശ ബന്ധുക്കളിലൂടെ ഞങ്ങൾക്ക് നീ കണ്ണുകൾ വർഷിപ്പിച്ച് അനുഗ്രഹിക്കുന്ന റഹ്മാനൻ. അള്ളാഹുവെ ഞങ്ങളുടെ കച്ചവടത്തിലും ബിസിനസ്സിലും ഏർപ്പാടുകളിലും എല്ലാം ബർക്കത്തിനെ, റഹ്മത്തിനെ പ്രദാനം ചെയ്യണേ റഹ്മാനൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് ജീവിക്കുകയും അവസാനം അതുച്ചരിച്ച് മരിച്ചു പോകാനുള്ള തൗഫീഖും അള്ളാഹുവെ ഞങ്ങൾക്കെല്ലാം നൽകി നീ അനുഗ്രഹിക്കുന്ന റഹ്മാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا تقبل منا، ربنا تقبل منا، ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. أستغفر الله لي ولكم.